ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. സ്വകാര്യ വാഹനങ്ങളുടെ, പൊതുവാഹനങ്ങളുടെയും അങ്ങനെ തന്നെ ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ സാധാരണഗതിയിൽ ഇൻഷുറൻസ് അടപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇൻഷുറൻസ് തുക അടച്ചില്ലെങ്കിൽ അതുമൂലം സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ പോകും. ഇതൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണെങ്കിൽ, ഇനി മുതൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചില്ല എന്ന് കരുതുക. നിങ്ങൾ വാഹനവും എടുത്ത് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടച്ചില്ല എന്ന് കണ്ടെത്തപ്പെട്ടാൽ പോലീസുകാർ ആ വാഹനം പിടിച്ച് അവരുടെ സ്റ്റേഷനിൽ കൊണ്ട് ഇടുകയും ഇൻഷുറൻസ് പ്രീമിയം അടച്ചതിന് ശേഷം മാത്രം അത് മോചിപ്പിക്കുകയും ചെയ്യുന്ന നിലയ്ക്കുള്ള ഒരു കോടതി വിധി വന്നിരിക്കുന്നു. മലയാള മനോരമ ആ വിധി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുമെന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഒരു നിലവാരത്തിലുള്ള സൗജന്യവും പ്രതീക്ഷിക്കേണ്ട, പിടിച്ചെടുക്കുക തന്നെ ചെയ്യും വഴിയിൽ വെച്ച്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് റോഡ് സുരക്ഷയ്ക്കായുള്ള സുപ്രീം കോടതി സമിതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് വരെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നും സുപ്രീം കോടതി മുൻ ജഡ്ജി KS രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്കുള്ള കത്തിൽ വ്യക്തമാക്കി. രാജ്യത്തെ പകുതിയിലേറെ വാഹനങ്ങൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും ഇല്ലെന്നാണ് ഇൻഷുറൻസ് നിയന്ത്രണ വികസന അതോറിറ്റിയും ജനറൽ ഇൻഷുറൻസ് കൗൺസിലും റോഡ് സുരക്ഷാ സമിതിയോട് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ നിലപാടെടുത്തത്. ഒരു നിർദ്ദേശമെന്ന നിലയ്ക്ക് കത്ത് വഴി ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതുകൊണ്ട് അതിന് ഇനി അപ്പീലല്ലാതെ മറ്റു സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് അത് ഒരു വിധി തന്നെയാണ്. പോലീസ് വണ്ടികൾ പിടിച്ചെടുക്കും ഇൻഷുറൻസ് പ്രീമിയം അടച്ചില്ല എങ്കിൽ, അഥവാ ഇൻഷുറൻസ് വണ്ടിക്ക് ഇല്ല എങ്കിൽ. ഇതേ സംബന്ധിച്ച ഒരു കണക്കെടുപ്പ് വരുന്നുണ്ട്. കണക്കെടുപ്പ് ഈ മാസം 31 മുമ്പ് ശേഖരിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കെടുപ്പ് 31 വരെ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ മാസം 31 മുമ്പ് ശേഖരിക്കാൻ റോഡ് സുരക്ഷയ്ക്കായുള്ള സുപ്രീം കോടതി സമിതി ആവശ്യപ്പെട്ടു എന്നും ഈ വാർത്ത പറയുന്നു. വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരമപ്രധാനമാണ്. ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ടോ ഇല്ലയോ, അഥവാ ഇൻഷുറൻസ് തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, ആ കാര്യത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ ഈ നിലപാട് നമ്മുടെ ശ്രദ്ധ അങ്ങേയറ്റം അനിവാര്യമായും ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മറക്കരുത്. സഹകരണ ബാങ്കുകളിൽ വായ്പാ പരിധി കൂട്ടിയിരിക്കുന്ന വാർത്തയാണ് ഇന്ന് മാതൃഭൂമി ലീഡ് വാർത്തയാക്കി നൽകുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും അവർക്ക് ഒത്താശകൾ ചെയ്യുന്ന കേരളത്തിലെ BJP നേതാക്കൾക്കുമൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം. വളരെയധികം തലകുത്തി മറിഞ്ഞിട്ടും അവരെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ BJPക്ക് ഉള്ളത് എന്ന കാര്യവും മാലോകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് വായ്പ നൽകാവുന്ന പരമാവധി തുക കൂട്ടിക്കൊണ്ടും വായ്പാ പരിധി കൂട്ടിക്കൊണ്ടും സഹകരണ ബാങ്കുകൾ എടുത്തിരിക്കുന്ന നിലപാട് മാതൃഭൂമി ലീഡ് വാർത്തയാക്കി തരുന്നത്. ബിജു പരവത്താണ് കണ്ണൂരിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്ത ഇങ്ങനെയാണ്: സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന വായ്പകൾ ഉദാരമാക്കാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചു. നിക്ഷേപം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. നിക്ഷേപത്തിൻ്റെ തോതനുസരിച്ച് വ്യക്തികൾക്ക് നൽകാവുന്ന പരമാവധി വായ്പ 10 മുതൽ 60 ലക്ഷം വരെയാക്കി. 500 കോടിക്ക് മേൽ നിക്ഷേപമുള്ള സംഘങ്ങൾക്കാണ് 60 ലക്ഷം രൂപ വായ്പ നൽകാവുന്നത്. നിലവിൽ അത് 50 ലക്ഷമായിരുന്നു. ഇതിൽ കൂടുതൽ വായ്പ നൽകുന്നതിന് പ്രത്യേക അനുമതി വേണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ വായ്പ നൽകുന്നതിനും ശ്രമിക്കണം എന്ന നിലയ്ക്കുള്ള ഉത്തേജകങ്ങളാണ് സഹകരണ ബാങ്കുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന
നിർദ്ദേശം. ഒരു രോഗിയുടെ ഭാവഹാവാദികളും പൊക്കവും തൂക്കവും ഒക്കെ കണക്കാക്കിയാണ് ആശുപത്രികൾ സംവിധാനം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു സവിശേഷ രോഗിയെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇന്ന് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ സചിത്രമായി തന്നിരിക്കുന്നു. ആ രോഗിയുടെ ഭാരം 500 കിലോയാണ്. അതിനാൽ ഒരു വാതിലിലൂടെയും ഒന്നും ആ രോഗിക്ക് കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് ആ രോഗിക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധ്യതയുള്ള അതിനു വേണ്ട പുതിയൊരു കെട്ടിടം രോഗിക്ക് വേണ്ടി, ഒരൊറ്റ രോഗിക്ക് വേണ്ടി പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നു. ബോംബെയിൽ 500 കിലോ ഭാരമുള്ള ഈജിപ്തുകാരിയുടെ ശസ്ത്രക്രിയയ്ക്ക് മുംബൈയിൽ പുതിയ ആശുപത്രി കെട്ടിടം വരുന്നു എന്ന വാർത്ത മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ സചിത്രമായി തരുന്നു. അതിങ്ങനെയാണ്: അമിതഭാരം കൊണ്ട് ജീവിതം ദുരിതത്തിലായ ഈജിപ്തുകാരുടെ ശസ്ത്രക്രിയയ്ക്കായി മുംബൈയിൽ പ്രത്യേക ആശുപത്രി കെട്ടിടം ഒരുങ്ങുന്നു. 500 കിലോ ഭാരമുള്ള ഇമാൻ അഹമ്മദിയെയാണ് ചർണി റോഡിലെ സൈഫി ആശുപത്രി വളപ്പിൽ 3000 ചതുരശ്ര അടി വിസ്തൃതിയിൽ താൽക്കാലിക കെട്ടിടം പണിയുന്നത്. ഇമാനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൈഫി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനോ ചികിത്സിക്കാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യം, ഒരു പ്രത്യേക ആശുപത്രി തന്നെ, ഇവർക്ക് അനുകൂലമായ ഇവരുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്ന പ്രത്യേക ആശുപത്രി തന്നെ പണിതുകൊണ്ടേ നടത്താൻ കഴിയൂ എന്ന് തീരുമാനിക്കപ്പെട്ടത് കൊണ്ടാണ് ബോംബെയിലെ ആശുപത്രിയിൽ ഇപ്രകാരം ഒരു കെട്ടിടം പണിയുന്നത്. വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. അതുകൊണ്ടാവണം ഒന്നാം പേജിൽ ആ വാർത്ത മാതൃഭൂമി നൽകുന്നത്. ഇപ്പോൾ വരൾച്ചയെക്കുറിച്ചുള്ള വാർത്തകളാണെങ്കിലും കേൾക്കാനുള്ളത്. കാരണം പ്രതീക്ഷിച്ചതിലധികം വരൾച്ചയുടെ കാലമാണ് എല്ലാവരെയും, ലോകത്തെ തന്നെ കാത്തിരിക്കുന്നത്. ജലസംഭരണികൾ വറ്റുന്നു എന്ന ആപൽ സൂചനയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ ദിശയിലുള്ള വാർത്ത ദേശാഭിമാനി ഇന്ന് ലീഡ് വാർത്തയായി തരുന്നു. വേനൽ കനത്തു, ജലസംഭരണികൾ വറ്റുന്നു. കരുതലോടെ വൈദ്യുതി ബോർഡ്. 2003 ഗുരുതരമായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാ ഡാമിലുമായി ആകെ 45% വെള്ളം മാത്രം. പ്രതിദിനം വൈദ്യുതി ഉപയോഗം 63.75 ദശലക്ഷം യൂണിറ്റായി കുതിച്ചുയർന്നു. ഇടവപ്പാതിയും തുലാവർഷവും ഗണ്യമായി കുറഞ്ഞു. വേനൽ മഴയും കാര്യമായി ലഭിക്കില്ല എന്ന് കാലാവസ്ഥാ വിഭാഗം. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വേനൽ കനക്കുകയാണ്, ജലസംഭരണികൾ വറ്റുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങണം സർക്കാരിന്. അതേ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ഇന്ന് ലീഡാക്കിയിരിക്കുന്നു. വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കരുതലോടെ KSEB. ഇടവപ്പാതിയും തുലാവർഷവും ഒരേപോലെ ചതിച്ചതോടെ ജലസംഭരണികളിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുത്തനെ കുറഞ്ഞു. സ്ഥിതിഗതികൾ മുൻവർഷത്തേക്കാൾ ഗുരുതരമാകുമെന്നാണ് ബോർഡിൻ്റെ വിലയിരുത്തൽ. ഇക്കുറി വേനൽ മഴയും കാര്യമായി ലഭിക്കില്ല എന്ന് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിട്ടുമുണ്ട്. ജലവൈദ്യുതിയെ ആശ്രയിക്കുന്ന കേരളത്തിന് കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ വാർത്ത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്തവണത്തെ വേനൽ, കനത്തു വരുന്ന വേനലിൻ്റെ സാഹചര്യത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഭരണാധികാരികളുടെ എല്ലാ വിവരങ്ങളും അറിയുക എന്നത് ജനതയുടെ ആവശ്യമാണ്. കാരണം ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ജനങ്ങൾ അവരുടെ വോട്ട് നിക്ഷേപിച്ചാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഭരണാധികാരി ജനങ്ങളുടെ ഉൽപ്പന്നമാണ്. ഉൽപ്പന്നത്തിൻ്റെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ ഉൽപ്പാദകർക്ക് അവകാശമുണ്ട് താനും. ആ അർത്ഥത്തിലുള്ള സാമാന്യ മര്യാദ വെച്ച് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണോ നരേന്ദ്രമോദി? പലപ്പോഴും അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ, വ്യക്തിഗതമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് അങ്ങേയറ്റം അജ്ഞേയമായൊരു തലത്തിലാണ് നിൽക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു ആ പാർട്ടിയും നമ്മുടെ നേതാവും തന്നെ. നരേന്ദ്രമോദി എതുവരെ പഠിച്ചു, എവിടെ പഠിച്ചു, എത്ര പാസ്സായി, ഈ കാര്യങ്ങൾ അറിയുക എന്നത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇന്ത്യൻ ജനതയുടെ അവകാശമാണെങ്കിൽ
ആ അവകാശം സാധൂകരിച്ച് കിട്ടാൻ വിവരാവകാശത്തിന് വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. അത്തരം ആളുകളെ സഹായിച്ചു എന്ന പേരിൽ ഒരു വിവരാവകാശ കമ്മീഷണർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശിക്ഷ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ശിക്ഷ വന്നിരിക്കുന്നത്. ആ നിലപാടത്തിൽ പ്രധാനമന്ത്രിയോടാണോ കളി എന്ന നിലയ്ക്കാണ്. കളിയോ കാര്യമോ എന്നതല്ല, മറിച്ച് അങ്ങനെ മാറ്റുമ്പോൾ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അനാവശ്യമായ അവകാശവാദങ്ങൾ വെച്ചുകൊണ്ടാണോ നമ്മുടെ പ്രധാനമന്ത്രി മുൻ വിദ്യാഭ്യാസ മന്ത്രിയെപ്പോലെ തന്നെ ഇപ്പോൾ ചില അവകാശവാദങ്ങൾ വെച്ചുകൊണ്ടാണോ മുന്നോട്ട് വന്നിരിക്കുന്നത്? ജനങ്ങൾ അറിഞ്ഞാൽ അപകടം സംഭവിക്കുന്ന എന്തോ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച സർട്ടിഫിക്കറ്റുകളിൽ ഒളിച്ചിരിപ്പിക്കുന്നുണ്ടോ? വാർത്ത കാണുക. ദില്ലിയിൽ നിന്ന് ദേശാഭിമാനി ഒന്നാം പുറമാണ് ആ വാർത്ത തരുന്നത്. എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച രേഖകൾ പരസ്യപ്പെടുത്താൻ നിർദ്ദേശിച്ച വിവരാവകാശ കമ്മീഷണറെ HRD വിഭാഗത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കി വിവരാവകാശ കമ്മീഷണർ M. ശ്രീധര ആചാര്യലുവിനെയാണ് പുറത്താക്കിയ ഉത്തരവ് ചൊവ്വാഴ്ച വൈകിട്ടാണ് പുറത്തിറങ്ങിയത്. ഏതായാലും അതേ സംബന്ധിച്ച് കമൻ്റ് ചെയ്യാൻ ആചാര്യലു തയ്യാറായിട്ടില്ല ഇതുവരെ. കുറേ നാളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആരാ പ്രശ്നം ചെന്ന് തൊട്ടാലും അവരുടെയൊക്കെ കൈ പൊള്ളുന്ന ഒരു നിലപാടാണ് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസോ പ്രധാനമന്ത്രിയുടെ പാർട്ടിയോ ഇനി പ്രധാനമന്ത്രി തന്നെയോ കൈക്കൊണ്ടിരിക്കുന്നത്. കേജ്രിവാൾ ഈ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് കുറേയേറെ മുന്നോട്ട് പോയിട്ടുള്ളയാളാണ്. പോലീസ് ഒരു വശത്തും അല്ലെങ്കിൽ വിജിലൻസ് ഒരു വശത്തും മറുവശത്ത് IASുമായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ശീതയുദ്ധം കേരളത്തിലെ സർവീസ് രംഗത്തുണ്ടോ? ഉണ്ട് എന്നാണ് മംഗളം എന്ന പത്രം നിരീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണത് ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യമാര് തുടങ്ങിയവയെ സംബന്ധിച്ച് ഇന്ന് മംഗളം എന്ന പത്രം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയ വാർത്തകൾ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന വാർത്തകൾ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. മംഗളമല്ലാതെ മറ്റൊരു പത്രവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. വിജിലൻസ് IAS പോര് മന്ത്രിതലത്തിലേക്ക് പടരുന്നു എന്നാണ് മംഗളം പറയുന്നത്. ആ പോര് തുടങ്ങിയിട്ട് കുറേ നാളായി എന്ന് നമുക്കറിയാം. IAS ഉദ്യോഗസ്ഥന്മാർക്ക് അവർ നടത്തുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. ഇനി ആ പരിശോധനയോ മറ്റോ നടന്നോ എന്ന് കരുതുക. അവരെ പോയി ചോദ്യം ചെയ്യുന്നത് വലിയ തെറ്റായാണ് IAS ഉദ്യോഗസ്ഥന്മാർ കാണുന്നത്. IAS ഉദ്യോഗസ്ഥന്മാർ ആർക്കും തൊടാൻ അല്ലാത്ത ഒരു വിഭാഗമായി സ്വയം കരുതുന്നത് കൊണ്ട് ചോദ്യം ചെയ്യൽ, അതുമാതിരി തന്നെ ആരോപണം ഉന്നയിക്കൽ, FIR വരുത്തൽ ഇതൊന്നും ഇഷ്ടമല്ല അവർക്ക്. ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്ന വിജിലൻസ് ഡയറക്ടറെ തീരെ ഇഷ്ടമുണ്ടാകാനും ഇടയില്ല. അതാണ് അടുത്ത ദിവസം സമരപ്രഖ്യാപനത്തിലേക്ക് പോലും എത്തിയ ചില സംഭവഗതികൾ കേരളത്തിലെ ഭരണരംഗത്ത് നാം കണ്ടത്. ഏതായാലും ആ സമരപ്രഖ്യാപനത്തിൽ നിന്ന് IAS ഉദ്യോഗസ്ഥന്മാർ തന്നെ പിന്മാറി എന്നത് അത്രയും നല്ലത്. അതിൻ്റെ തുടർ പ്രശ്നങ്ങൾ ഇനിയും നിലനിൽക്കുന്നു. മഴ തോർന്നു, പക്ഷേ മരം പിന്നെയും പെയ്യും എന്ന് പറഞ്ഞതുമാതിരി ആദ്യ പ്രശ്നത്തിൻ്റെ അനുരണനങ്ങൾ ഇപ്പോഴും ഭരണരംഗത്ത് ഉണ്ട് എന്നാണ് മംഗളം പറയുന്നത്. വിജിലൻസ് IAS ആ പോര് മന്ത്രി തലത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന് S. നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും IAS ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പോർ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായുള്ള ഭിന്നതയിലേക്ക് വളരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ ലക്ഷ്യമിട്ട് ധനവകുപ്പിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കെതിരെ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചു. ബന്ധു നിയമന കേസിൽ പ്രതിചേർക്കപ്പെട്ട വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആൻ്റണിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് മന്ത്രി AC മൊയ്തീൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. പോൾ ആൻ്റണിയെ മാറ്റാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ രണ്ട് സമീപനങ്ങൾ, തോമസ് ഐസക്കിൻ്റെയും മന്ത്രി മൊയ്തീൻ്റെയും സമീപനങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിന് എതിരായെടുത്ത നിലപാടുകളായാണ് മംഗളം വ്യാഖ്യാനിക്കുന്നത്. S. നാരായണൻ അങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്.
ഏതായാലും ലക്ഷ്യം തോമസ് ഐസക്കാണ് എന്നുകൂടിയുള്ള നിരീക്ഷണത്തിലേക്ക് എത്തുന്നു മംഗളമെന്ന പത്രം. അഥവാ IAS-കാരിൽ ഉരുണ്ടുകൂടി വന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, വലിയ ശക്തമായ കാറ്റ്, അത് കോപ്പയിലെ കാറ്റാണെന്ന് മുഖ്യമന്ത്രി തെളിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പുതിയ ആക്ഷേപങ്ങളുമായി രംഗത്ത് വരാനുള്ള ശ്രമങ്ങളാണോ ഇതിൻ്റെ പിറകിൽ? അഥവാ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അതിന് ഒരു വശത്ത് നിന്ന് ചുക്കാൻ പിടിക്കുന്നത് തോമസ് ഐസക്കാണ് തുടങ്ങിയ വാർത്തകളിലൂടെയാണ് മംഗളം മുന്നോട്ട് പോകുന്നത്. ഈ കാര്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, മംഗളം തുടരുക തന്നെ ചെയ്യും എന്ന നിലയ്ക്കാണ് വാർത്തകൾ നിൽക്കുന്നത് ഇപ്പോൾ. ജിഷ്ണു പ്രണോയി എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നിന്ന് രൂപം കൊണ്ട പുതിയ പ്രതിഷേധത്തിൻ്റെ വലിയ വലിയ അലയൊലികൾ കേരളത്തിൽ നടക്കുകയാണ്. നെഹ്റു കോളേജിൻ്റെ ഓഫീസുകൾ, ഇവയൊക്കെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ നേരെ ചെന്ന് ബഹളം വെച്ച് നേരെ ചെന്ന് പ്രകടനമായി ചെന്ന് അടിച്ച് തകർത്ത് നിലം പരിശാക്കി. അത്രയൊന്നും ഈ മാനേജ്മെൻറ്റ് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. ദീർഘനാളായി അവർ അനുവർത്തിച്ചു കൊണ്ടിരുന്ന ജനകീയമല്ലാത്ത രീതികളുണ്ട്, അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുചിത സ്വഭാവത്തോടു കൂടിയ രീതികളുണ്ട്. ആ രീതികൾ തുടർന്നും നടപ്പാക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ വിദ്യാർത്ഥി സമുദായം അതിന് എതിരെ ശക്തമായ താക്കീത് നൽകിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് അതുമായി ബന്ധിപ്പിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധിപ്പിച്ച് ആ കോളേജിലെ 3 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ്. അത് വലിയൊരു നടപടിയൊന്നുമല്ലെങ്കിൽ പോലും ആ ചോദ്യം ചെയ്യൽ പോലും ഇഷ്ടപ്പെടാത്ത, ചോദ്യം ചെയ്താൽ സാധാരണഗതിയിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തന്നെ അത് അങ്ങേയറ്റം അച്ചടക്ക രാഹിത്യമായി കാണുന്ന ആ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. വൈസ് പ്രിൻസിപ്പൽ അടക്കം 3 പേർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടൊന്നും പ്രക്ഷോഭം കുറയാനും പോകുന്നില്ല. പുതിയ പുതിയ ആവശ്യങ്ങളിലേക്ക് അത് പടർന്നു കയറുക തന്നെ ചെയ്യും. ജിഷ്ണുവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ആ സസ്പെൻഷൻ വാർത്ത മാധ്യമം എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കി തരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വൈസ് പ്രിൻസിപ്പൽ അടക്കം 3 പേർക്ക് സസ്പെൻഷൻ നൽകിയ വാർത്ത മാധ്യമം ലീഡാക്കുന്നു. അതിങ്ങനെയാണ്: തൃശ്ശൂരിലുള്ള പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 3 പേർക്ക് സസ്പെൻഷൻ. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് അക്കാര്യങ്ങൾ അന്വേഷിക്കാൻ കോളേജ് മാനേജ്മെൻറ്റ് ചുമതലപ്പെടുത്തിയ 3-അംഗ കമ്മീഷൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം മലയാളികളുടെ കണ്ണു തുറന്നിട്ടുണ്ട്. സ്വാശ്രയ കോളേജുകളിലേക്ക് അതിൻ്റെ നിലവാരം ഗംഭീരമാണ് എന്ന നിലയ്ക്ക് ചേർക്കാൻ, കുട്ടികളെ ചേർക്കാൻ, മക്കളെ ചേർക്കാൻ എത്തിപ്പോകുന്ന മാതാപിതാക്കൾ പുതിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലാത്ത കോളേജുകളിൽ കുട്ടികൾ പഠിക്കുന്ന, ജീവിക്കുന്ന, അവരുറങ്ങുന്ന, ഉണരുന്ന അവസ്ഥ എന്തൊക്കെയാണ് എന്ന് ഈ കോളേജുകൾ ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇടിമുറികൾ സ്ഥാപിക്കുക, കോളേജിൻ്റെ പ്രധാന അധികാരി തന്നെ സ്ത്രീകളുടെ ഹോസ്റ്റലിൽ വെറുതെ കറങ്ങി നടക്കുക, തെറി പറയുക തുടങ്ങി മലയാളികൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലമായി സ്വാശ്രയ വിദ്യാഭ്യാസ രംഗം മാറിയിരിക്കുന്നത് കൊണ്ട് അതിന് കടിഞ്ഞാണിടാൻ പുതിയ പുതിയ സമിതികൾ, പുതിയ പുതിയ സമീപനങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ എന്നിവയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നടപടിയിലേക്ക് അവർക്ക് തന്നെ നീങ്ങാൻ നിർബന്ധിതമായ ഒരു സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥി മർദ്ദനം തമിഴ്നാട്ടിലുമുണ്ട്. നാമക്കൽ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം ലഭിച്ച വാർത്തയും മാധ്യമം ആ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം തന്നെ ഇന്ന് തന്നിരിക്കുന്നു. കമൽ എന്ന സിനിമാ സംവിധായകന് വൻ പ്രതിരോധമൊരുക്കി സ്വന്തം നാട് പ്രതിഷേധിച്ചു. അതേ സംബന്ധിച്ച വാർത്തയെന്നല്ല, വ്യത്യസ്ത വാർത്തകൾ എന്നാണ് പറയേണ്ടത്.
പൊതുവാർത്താ പേജിൽ നിന്ന് ദേശാഭിമാനി തരുന്നു. കമലിന് ഐക്യദാർഢ്യം, സംഘപരിവാറിന് ഗോഡ്സെയുടെ ശബ്ദം എന്ന് MA ബേബി പ്രസംഗിച്ച പ്രസംഗഭാഗം കൂടിയാണ് ആ വാർത്തയിൽ ദേശാഭിമാനി തരുന്നത്. കാണുക. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നാവറുക്കാൻ വരുന്നവരുടെ വിഷപ്പൽ എടുക്കലാണ് കാലഘട്ടത്തിൻ്റെ കടമയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കമലിന് ജന്മനാടിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരുൾ വിഴുങ്ങും മുമ്പേ എന്ന പരിപാടി കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടി നടന്നു. പിറ്റേ ദിവസം സംഘപരിവാരികൾ വെറുതെ ഇരുന്നില്ല. പരിപാടി നടന്ന വേദിയിൽ യുവമോർച്ചക്കാർ പിറ്റേ ദിവസം ചാണകം തളിച്ച് ശുദ്ധം ചെയ്തു. ശരിക്കും മതാധിഷ്ഠിത വീക്ഷണങ്ങൾ പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ മാനവികത എന്നത് ഒരു അഴുക്കാണ്. ആ അഴുക്കിനെതിരെ ചാണകവെള്ളം തളിച്ച് അത് ശുദ്ധീകരിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അടുത്ത ദിവസം അവിടെ നടന്നു. അടങ്ങാൻ ഭാവമില്ല ഈ നിലവാരത്തിലുള്ള ആളുകളെന്നാണ് അത് കാണിക്കുന്നത്. സംവിധായകൻ കമൽ രാജ്യം വരണമെന്ന് ആക്രോശിച്ച സംഘപരിവാർ ഭീഷണിക്കെതിരെ ആയിരങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വേദിയിൽ യുവമോർച്ചക്കാർ വന്ന് ചാണകവെള്ളം തളിച്ച് ശുദ്ധം ചെയ്തു എന്ന വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് തരുന്ന രണ്ടാം വാർത്ത. അങ്ങനെ ഒരു പ്രതികരണം സംഘപരിവാരികളിൽ നിന്നുണ്ടായപ്പോൾ വീണ്ടും MA ബേബി അതിനോട് പ്രതികരിച്ചു. ഒരു പ്രസ്താവനയിലൂടെ RSS അഴിഞ്ഞാട്ടം നിർത്തണം. അതെങ്ങനെയാണ് നിർത്തേണ്ടത്? സർക്കാർ അടിയന്തര നടപടി ഈ ചാണകവെള്ളം തളിച്ച് മലയാളിയെ വീണ്ടും അപമാനിച്ച ആളുകൾക്കെതിരെ എടുക്കണം എന്നാണ് ബേബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും അതേ പേജിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന്. ഫാസിസ്റ്റിനെതിരെ അലൻസിയറുടെ പ്രതികരണം എന്ന ശീർഷകത്തിൽ കമലിന് നേരെ വന്ന ഈ ഭീഷണിക്കെതിരെ ഒറ്റയാൾ പട്ടാളം എന്ന പോലെ നടൻ അലൻസിയർ കാസർഗോഡ് അവതരിപ്പിച്ച പരിപാടിയുടെ വിശദാംശങ്ങളും ഇന്ന് ദേശാഭിമാനി സചിത്രമായി നമുക്ക് അതേ പേജിൽ തന്നിരിക്കുന്നു. അങ്ങനെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും വലിയ അലകളാണ് ഈ കാര്യത്തെ മുൻനിർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് എന്ന് ഈ വാർത്തകൾ നമ്മോട് പറയുന്നു. ഇപ്പോൾ സർവീസിലുള്ള പട്ടാളക്കാർക്ക് മാത്രമല്ല, വിരമിച്ചവർക്ക് കൂടി 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിക്ക് പണം അനുവദിച്ച പ്രധാനമന്ത്രിയാണ് താൻ എന്ന അവകാശവാദം നരേന്ദ്രമോദി ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരെക്കുറിച്ച് അദ്ദേഹം അനവരതം വാചാലനാകാറുമുണ്ട്. അങ്ങനെ വലിയ സൈനിക പ്രതിപത്തി കാണിക്കുന്നയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. എങ്കിലും ആ സൈനികരുടെ അവസ്ഥ BSFിലെ ഒരാളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയതാണ്. ഭക്ഷണം കഴിക്കാതെ അതിർത്തിയിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഭക്ഷണം എവിടെ? ഭക്ഷണം ഓഫീസർമാർ തട്ടിക്കൊണ്ടുപോകുന്നു, അവരുടെ ഭക്ഷണത്തിനുള്ള പണം. BSFിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ 1-2 സംഭവങ്ങൾ ചേർത്ത് സിറാജ് എന്ന പത്രം അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്നു എന്ന നിലയ്ക്ക് നാം അഭിമാനത്തോടെ പറയുന്ന പട്ടാളക്കാരുടെ യഥാർത്ഥ ജീവിതം എങ്ങനെ? കാണുക സിറാജിൻ്റെ ആ ലീഡ് വാർത്ത. വീണ്ടും ഈ എതിർ ശബ്ദം. BSFിന് പിന്നാലെ CRPFും. CRPFിൻ്റെ അവസ്ഥയും അതുതന്നെ. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന BSF സൈനികന് മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന സൈനികൻ്റെ വീഡിയോയ്ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി CRPF സൈനികനും രംഗത്ത് വന്നു. ഒരു അധ്യാപകൻ ലഭിക്കുന്ന ശമ്പളം പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് CRPF സൈനികൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ലീവില്ല, ഉള്ള ലീവ് നൽകുന്നുമില്ല. ഇങ്ങനെ വലിയ പരിഭവവും പരാതികളും പറഞ്ഞതുകൊണ്ട് മൊത്തം അതേക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു സൈനികൻ്റെ വെടിയേറ്റ് 4 സഹപ്രവർത്തകർ മരിച്ച സംഭവവും ദുരന്ത സംഭവവും ഉണ്ടായിരിക്കുന്നു. ആ വെടിവയ്പ്പിന് കാരണം അവധി നൽകുന്നില്ല എന്നത് തന്നെയാണ്, അവധി തർക്കം തന്നെയാണ്. പാറ്റ്നയിലാണ് സംഭവം. ബീഹാറിൽ CISF സൈനികൻ 4 പ്രവർത്തകരെ വെടിവെച്ച് കൊന്നു എന്നാണ്. ഔറംഗാബാദിലാണ് അത് സംഭവിച്ചത്. മോദി പറയുന്നത് മാതിരിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആ രംഗത്തുള്ള പ്രവൃത്തിയും എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. രാജ്യം മാഫിയയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മോദിയുടെ നേതൃത്വത്തിൽ എന്ന് അരുൺ ഷൂറി പറയുന്നു. മുൻ BJP നേതാവാണ്. വാജ്പേയി ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്ന ആളാണ് അരുൺ ഷൂറി.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം നാം കേൾക്കണം. മോദി എങ്ങോട്ടാണ് ഇന്ത്യയെ നയിക്കുന്നത്? അലമ്പ് കാണിച്ച് മുന്നേറുന്ന ആളികൂളി സംഘത്തിൻ്റെ ഏകാധിപത്യ രീതിയിലേക്കാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്. അതൊരു മാഫിയ ഗ്രൂപ്പാണ് എന്ന് അരുൺ ഷൗറിക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവം ദേശാഭിമാനി തന്നിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. നരേന്ദ്രമോദി രാജ്യത്തെ മാഫിയ ഭരണത്തിലേക്കാണ് നയിക്കുന്നത്. അരുൺ ഷൗറിയുടെ നിഗമനം ഇങ്ങനെ: മോഡി ഭരണം രാജ്യത്തെ വികേന്ദ്രീകൃത അടിയന്തരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് മുൻ BJP നേതാവ് അരുൺ ഷൗരി. പിരമിഡ് രൂപത്തിലുള്ള വികേന്ദ്രീകൃത മാഫിയ ഭരണത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത് എന്ന് വാർത്താ പോർട്ടലിന് അനുവദിച്ച അഭിമുഖത്തിൽ വാജ്പേയി സർക്കാരിൽ മന്ത്രി കൂടിയായിരുന്ന ഷൂരി പറഞ്ഞു. ഗുണ്ടകൾക്ക് അവർ യുക്തികൾ പകർന്നു നൽകുന്നു. ഗോസംരക്ഷണം, ലവ് ജിഹാദ് തുടങ്ങിയ യുക്തികൾ. ഇതിൻ്റെയെല്ലാം പേരിൽ ആരെയും തല്ലാം, ആരെയും കൊല്ലാം എന്ന നിലയ്ക്ക് വിശ്വാസാധിഷ്ഠിതമായ മണ്ടൻ യുക്തികൾ ബഹുജനങ്ങൾക്ക് കൊടുക്കുക. കൊടുങ്ങല്ലൂരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ നിലയ്ക്ക് കൊടുത്തുകൊണ്ട് തങ്ങളുടെ ഭരണം, പിരമിഡിൻ്റെ ഏറ്റവും മേളിലുള്ള അധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം ഭരണം നിലനിർത്താനുള്ള ഒരു മാഫിയ സംവിധാനമാണ് ഇപ്പോൾ BJPക്കുള്ളത്, ഈ ഭരണത്തിനുള്ളത് എന്നാണ് മുൻ BJPക്കാരന് പറയേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. വരൾച്ചയുടെ കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇതിൽ നിന്ന് കേരളത്തിൻ്റെ മോചനം? വൈദ്യുതി എത്ര നന്നായി നമുക്ക് ലഭിക്കും? ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മോചനമില്ല, വരാൻ പോകുന്നതും വരൾച്ചയുടെ കാലം തന്നെയാണ് എന്നാണ് ഇതേ സംബന്ധിച്ച പത്രങ്ങളുടെ നിരീക്ഷണം നമുക്ക് ലഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് തിരുവനന്തപുരത്തെ ചിറയൻകീഴിൽ നിന്നുള്ളൊരു ചിത്രമാണ്. വാട്ടർ ടാപ്പ് ഉണ്ട്, പക്ഷേ വെള്ളം എപ്പോഴും ലഭിക്കണമെന്നില്ല, യഥേഷ്ടം വെള്ളം ലഭിക്കില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയത്ത് വെള്ളമെടുക്കുന്ന ഈ കുട്ടിയുടെ ദൃശ്യം BP ദീപു പകർത്തി തിരുവനന്തപുരം എക്സ്പ്രസ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.